ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്കാണ് കൺസ്ട്രെയിൻസ് എന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മോഡലിൻ്റെ ബേസിക് കൺസെപ്റ്റ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ സെയിം മോഡൽ തന്നെ ഡിഫൈൻ ചെയ്യുന്ന കൺസ്ട്രെയിൻസ് ഉണ്ട്. എന്താ കൺസ്ട്രെയിൻസ്? റൂൾസിന് നമ്മൾ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. എന്ത് റൂൾസ്? നമ്മളെ ഡാറ്റാബേസിലെ കണ്ടൻറ്റ്സ് ഫോളോ ചെയ്യേണ്ട റൂൾസ്. സോ മോഡൽ ഡിസ്കസ് ചെയ്യുന്ന, അതായത് ഡിഫൈൻ ചെയ്യുന്ന കൺസ്ട്രെയിൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. An enterprise schema may define certain constraints to which the contents of a database must conform. Types of constraints നമുക്ക് നോക്കാം. First one is mapping constraints or mapping cardinalities എന്ന് പറയും. Mapping cardinalities or cardinality ratio express the number of entity to which another entity can be associated via a relationship set or relationship set. So രണ്ട് entities ഉണ്ട്. എത്ര മീൻസ് അതെങ്ങനെയാണ് പരസ്പരം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എന്ത് പറയുന്നത്, മാപ്പിംഗ് കാർഡിനാലിറ്റീസ് പറയുന്നത്. ഓക്കെ, മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ആർ മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ഡിസ്ക്രൈബിംഗ് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ്. മാപ്പിംഗ് കാർഡിനാലിറ്റീസ് നമ്മൾ ബൈനറി റിലേഷൻഷിപ്പ് സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ബട്ട് നമുക്ക് എന്ത് ചെയ്യാം, മോർ ദാൻ വൺ എൻറ്റിറ്റീസ് ഇൻവോൾവ് ചെയ്ത റിലേഷൻഷിപ്പ് സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യാനും മാപ്പിംഗ് കാർഡിനാലിറ്റീസ് യൂസ് ചെയ്യുക. ബട്ട് നിങ്ങൾക്ക് ഇപ്പം പഠിക്കാനുള്ളത് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റിൽ എങ്ങനെയാണ് മാപ്പിംഗ് കാർഡിനാലിറ്റി ഡിസ്ക്രൈബ് ചെയ്യുന്നത് എന്നതാണ്. മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ആർ മോസ്റ്റ് യൂസ്ഫുൾ ഇൻ ഡിസ്ക്രൈബിംഗ് ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ്സ്, although they can contribute to the description of relationship set that involve more than two entity sets. In this section, we shall concentrate on only binary relationship set. For a binary relationship set R എന്ന് പറഞ്ഞൊരു ബൈനറി റിലേഷൻഷിപ്പ് സെറ്റ് ആണെങ്കിൽ ബിറ്റ്വീൻ ദ എൻറ്റിറ്റീസ് എ ആൻഡ് ബി എന്ന് പറഞ്ഞ രണ്ട് എൻറ്റിറ്റി സെറ്റ്. സോ അതിൻ്റെ അകത്ത് നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്നൊരു റിലേഷൻഷിപ്പാണ് R എന്ന് പറയുന്നത്. ദ മാപ്പിംഗ് കാർഡിനാലിറ്റീസ്, നമ്മൾ ഈ പറഞ്ഞ മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഡിഫറെൻറ്റ് മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഫോളോ ചെയ്യണം. ഏതെങ്കിലും ഒരു മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ആവണം. നമ്മൾ ഈ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന മാപ്പിംഗ് കാർഡിനാലിറ്റീസിൽ ഏതെങ്കിലും ഒന്നാവണം. ഓക്കെ, നോക്കാം എന്തൊക്കെ മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഉള്ളതെന്ന്. ഈ മാപ്പിംഗ് കാർഡിനാലിറ്റീസ് ഓൾറെഡി നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് പഠിച്ചിന്. സോ അന്നേരം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു 1 to 1 1 to many. സെയിം സംഭവം തന്നെയാണ്, മീൻസ് അതന്നെ ഇവിടെയും നമുക്ക് നോക്കാനുള്ളത്. അവിടെ നമ്മൾ ടൈപ്സ് ഓഫ് റിലേഷൻഷിപ്സ് എന്നിട്ടാണ് പഠിച്ചത്. ഓക്കെ, ഫസ്റ്റ് വൺ ഇറ്റ് ഈസ് 1 to 1. എന്താ 1 to 1 എന്ന് പറഞ്ഞാൽ, ഇവിടെ നമുക്ക് ഒരു ഫിഗർ തന്നിട്ടുണ്ട്. എ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയും ബി എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിയും. ദെൻ അതിൻ്റെ മാപ്പിംഗ് അവിടെ കാണിച്ചിട്ടുണ്ട്. ഓക്കെ, 1 to 1 എന്താ 1 to 1 നമുക്ക് നോക്കാം. ആൻ എൻറ്റിറ്റി ഇൻ എ ഈസ് അസോസിയേറ്റഡ് വിത്ത് അറ്റ് മോസ്റ്റ് വൺ എൻറ്റിറ്റി ഇൻ ബി ആൻഡ് ആൻ എൻറ്റിറ്റി ഇൻ ബി ഈസ് അസോസിയേറ്റഡ് വിത്ത് അറ്റ് മോസ്റ്റ് വൺ എൻറ്റിറ്റി ഇൻ എ. എ എന്ന എൻറ്റിറ്റി സെറ്റിലെ ഏതൊരു എൻറ്റിറ്റിനെ എടുത്താലും ആ എൻറ്റിറ്റി മാക്സിമം ബിയിലെ ഒരു എൻറ്റിറ്റിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, മീൻസ് അതിൻ്റെ അകത്തുള്ളൊരു എൻറ്റിറ്റി ബിനോട് അസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ബട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അറ്റ്മോസ്റ്റ് വൺ എൻറ്റിറ്റിയുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അതുപോലെ തന്നെ തിരിച്ചും ബിയിൽ ഏതൊരു എൻറ്റിറ്റി സെറ്റ് എടുത്താലും അത് എയിലെ അറ്റ്മോസ്റ്റ് വൺ എൻറ്റിറ്റിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, അതാണ് 1 to 1 എന്നുള്ളത്. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷൻ ഇവിടെ കാണിച്ചിട്ടുണ്ട്. എ എന്ന് പറഞ്ഞ എൻറ്റിറ്റി സെറ്റ്, അതിനകത്തുള്ള ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് A1 A2 A3 എക്സെട്ര A4. ഓക്കെ, ബി എന്ന് പറഞ്ഞ എൻറ്റിറ്റി സെറ്റ്, അതിൻ്റെ അകത്തുള്ള ഡിഫറെൻറ്റ് എൻറ്റിറ്റീസ് B1 B2 B3. ദെൻ അതിൻ്റെ അസോസിയേഷനാണ് കാണിച്ചിരിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ ആണ് 1 to many എന്ന് പറയുന്നത്. എന്താ 1 to many എന്ന് പറയുന്നത്? അതായത് an entity in A, ഒരു എൻറ്റിറ്റിനെ എടുക്കുകയാണെങ്കിൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് എനി നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഇൻ ബി. ഒരു എൻറ്റിറ്റിനെ എടുക്കുകയാണെങ്കിൽ അത് 0 കൂടുതൽ എൻറ്റിറ്റീവ്സായിട്ട് ബിയിലെ എൻറ്റിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ഓക്കെ, അതിന് കുഴപ്പമില്ല. അസോസിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മോർ ദാൻ വൺ അസോസിയേഷൻ ഉണ്ടായാലും കുഴപ്പമില്ല. ഓക്കെ, അത് പറഞ്ഞു എൻ എൻറ്റിറ്റി ഇൻ എ ഈസ് അസോസിയേറ്റഡ് വിത്ത് എനി നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഇൻ ബി. 0 or more നമ്പർ ഓഫ് എൻറ്റിറ്റീസ് ഇൻ ബി ആയിട്ട് അസോസിയേറ്റ് ചെയ്യാം. നോ പ്രോബ്ലം. ബട്ട് വൈസ് വേഴ്സ ട്രൂ അല്ല. ആൻ എൻറ്റിറ്റി ഇൻ ബി, ബിയിലൊരു എൻറ്റിറ്റിനെ എടുത്താലോ ഇറ്റ് മസ്റ്റ് ബി അസോസിയേറ്റഡ് വിത്ത് അറ്റ്മോസ്റ്റ് വൺ എൻറ്റിറ്റി ഇൻ എ. ബിയിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി സെറ്റിനെ എടുത്താൽ അത് അറ്റ്മോസ്റ്റ് ഏതെങ്കിലും ഒരു എൻറ്റിറ്റിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, ആണ് 1 to many എടുത്തത്. ഓക്കെ,
എയിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റീനെ എടുത്താൽ A1 A2 ഏതൊരു എൻറ്റിറ്റീനെ എടുത്താലും അതിനെന്താവാം ഒന്നിലധികം ബിയിലെ ഒന്നിലധികം എൻറ്റിറ്റീസുമായിട്ട് അസോസിയേഷൻ ഉണ്ടാവാം. ബട്ട് ബിയിലൊരു എൻറ്റിറ്റീനെ എടുത്താൽ ഒരിക്കലും എയിൽ ഒറ്റൊരു എൻറ്റിറ്റീനോട് ഒന്നിൽ കുറവോ അറ്റ്മോസ്റ്റ് ഒരു എൻറ്റിറ്റീനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ ബീൻ്റെ കേസിലാകുമ്പോൾ. ഓക്കെ, ഇതാ 1 to many എന്നുള്ള മാപ്പിംഗ് കാർഡിനാലിറ്റി. നെക്സ്റ്റ് many to 1. An entity in A is associated with എയിൽ ഒരു എൻറ്റിറ്റീനെ എടുക്കുകയാണെങ്കിൽ ഈസ് അസോസിയേറ്റ് എടുത്താലും അത് ബിയിലെ അറ്റ്മോസ്റ്റ് ഒരു എൻറ്റിറ്റിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. അറ്റ്മോസ്റ്റ് 1 മീൻസ് 0 or 1 എൻറ്റിറ്റിനോട് മാത്രമേ അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. An entity in B, however, can be associated with any number of entity in A. ബീൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ബിയിൽ ഏതെങ്കിലും ഒരു എൻറ്റിറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇറ്റ് ക്യാൻ മീൻസ് അതിന് എയിലെ ഒന്നിലധികം എൻറ്റിറ്റീസുമായിട്ട് അസോസിയേഷൻ പാടാം. മീൻസ് 0 or more എൻറ്റിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, അതാണ് 1 to many എന്ന കൺസെപ്റ്റ്. അതിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണ് നിങ്ങൾക്കിപ്പം കാണാൻ പറ്റുന്നത്. സോ എ എന്ന് പറയുന്നൊരു എൻറ്റിറ്റി, ബി എന്ന് പറയുന്ന എൻറ്റിറ്റി, അതിൻ്റെ അകത്ത് ഉള്ള ഓരോ മീൻസ് ആ എൻറ്റിറ്റി സെറ്റിൽ ഓരോ എൻറ്റിറ്റിനെ A1 A2 A3 അത് ക്ലിയർ അല്ല, A1 A2 A3 എന്നാണ് അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, സോ ബീൻ്റെ അകത്തിലെ ആൻറ്റിറ്റീസ് ആണ് B1 B2 B3. ഓക്കെ, നെക്സ്റ്റ് മെനി ടു മെനി. എന്താ മെനി ടു മെനി? ആൻ എൻറ്റിറ്റി ഇൻ എ ഈസ് അസോസിയേറ്റഡ് വിത്ത് എനി നമ്പർ ഓഫ് എൻറ്റിറ്റി. എയിലൊരു എൻറ്റിറ്റിനെ എടുത്താൽ അതിനെന്താവാം ബിയിലെ ഏത് മീൻസ് 0 or more നമ്പർ ഓഫ് എൻറ്റിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാം. ബീൻ്റെ കേസ് എടുത്താലും അതുപോലെ തന്നെ ബിയിലൊരു എൻറ്റിറ്റീൻ്റെ കേസ് എടുത്താൽ ആ എൻറ്റിറ്റിന് എൻ്റെ അകത്ത് 0 or more എൻറ്റിറ്റീസുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അതിനാണ് മെനി ടു മെനി എന്ന് പറയുന്നത്. ആൻ എൻറ്റിറ്റി ഇൻ എ ഈസ് അസോസിയേറ്റഡ് വിത്ത് any number means 0 or more ആട്ടോ number of entities in B, and an entity in B is associated with any number of entity in A. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാർട്ടിസിപ്പേഷൻ കൺസ്ട്രെയിൻസ്. The participation constraints. The participation of an entity E in a relation R. അതായത് R എന്ന റിലേഷനിൽ E എന്ന എൻറ്റിറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണ്. ഈസ് സെറ്റ് ടു ബി ടോട്ടൽ ഇഫ് എവറി എൻറ്റിറ്റി ഇൻ E പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 1 റിലേഷൻ ഇൻ R. അതായത് ഒരു റിലേഷൻ നമ്മൾ എടുത്തു. സോ R എന്ന റിലേഷനിൽ അതിനകത്ത് 2 എൻറ്റിറ്റീസ് തമ്മിലാണ് റിലേറ്റ് ചെയ്യുക അല്ലേ. സോ ഈ എന്നൊരു എൻറ്റിറ്റി സെറ്റ് എടുത്തു. ആ എൻറ്റിറ്റി സെറ്റ് ടോട്ടൽ ആണെന്ന് പറയണമെങ്കിൽ ഇതിൻ്റെ അകത്തിലെ ഓരോ എൻറ്റിറ്റീസും ആ ആറിൽ അസോസിയേറ്റ് ചെയ്തിരിക്കണം. ഓരോ എൻറ്റിറ്റി സെറ്റും പിന്നെ നെക്സ്റ്റ് മീൻസ് ബിയിലൊരു എൻറ്റിറ്റിനോട് അസോസിയേറ്റ് ചെയ്തിരിക്കണം. എ പാർട്ടിസിപ്പേഷൻ ഓഫ് എൻ എൻറ്റിറ്റി സെറ്റ് ഇ ഇൻ എ റിലേഷൻ ആർ ഈസ് സെറ്റ് ടു ബി ടോട്ടൽ ഇഫ് എവറി എൻറ്റിറ്റി ഇൻ ഇയിലെ ഓരോ എൻറ്റിറ്റി നമ്മൾ എടുത്താലും ഇറ്റ് പാർട്ടിസിപ്പേറ്റ് ഇൻ അറ്റ്ലീസ്റ്റ് 1 റിലേഷൻഷിപ്പ് ഇൻ ആർ. അതെന്ത് ചെയ്യണം? ആ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓരോ എൻറ്റിറ്റീസും റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ ആ എൻറ്റിറ്റി എന്താ പറയുക ടോട്ടൽ ആണെന്ന് പറയാം. ഫോർ എക്സാമ്പിൾ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്ത കേസാണെങ്കിൽ ഇതാ നമ്മളിവിടെ മെനി ടു മെനിൻ്റെ ഡിസ്കസ് ചെയ്യാം അല്ലേ. എ എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റിനെ എടുക്കുക. ആ അതിനകത്ത് A1 A2 A3 എക്സെട്ര എൻ മീൻസ് എത്രയാണ് A1 A2 A3 A4 ഉണ്ട്. സോ അതിൻ്റെ അതിൽ ഓരോ എൻറ്റിറ്റിയും ഈ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ലേ, ഓരോന്നും നമ്മൾ എന്ത് ചെയ്യുക അസോസിയേറ്റ് ചെയ്യുന്നില്ല ഓരോ എൻറ്റിറ്റിയും, അതിന് നമ്മൾ എന്ത് പറയും ടോട്ടൽ എന്ന് പറയും. ബട്ട് ബീൻ്റെ കേസ് എടുത്താലോ അവിടെ ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യുന്നില്ല ആ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, അതെന്ത് ചെയ്യുന്നില്ല ഏതൊരു എൻറ്റിറ്റിയായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നില്ല. സോ അത് നമ്മൾ എന്ത് ചെയ്യും പാർഷ്യൽ എന്ന് പറയും. ഈ എ എന്ന് പറയുന്ന കേസ് ടോട്ടൽ ആയിരിക്കും, കാരണം എൻ്റെ അകത്തിലെ ഓരോ എൻറ്റിറ്റീസും റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നുണ്ട്, അവിടെ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. ബിയിലെ ഏതെങ്കിലും ഒരു എൻറ്റിറ്റി എങ്കിലായിട്ട് അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. സോ എ എന്ന് പറയുന്ന ടോട്ടലും ബീൻ്റെ കേസിലോ ഇതിൻ്റെ അകത്ത് ഒരു എൻറ്റിറ്റി എന്ത് ചെയ്യുന്നില്ല ഈ റിലേഷൻഷിപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ ബി എന്ന് പറയുന്നത് എന്താണ് പാർഷ്യൽ എന്ന് പറയും. സോ ഇതാണ് ടോട്ടൽ പാർട്ടിസിപ്പേഷനും പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത്.
Okay, the participation of entity set E in a relationship R is said to be total if every entity in E participates in at least one relationship in R. ആറിൽ ഏതെങ്കിലും ഒരു റിലേഷനിലെങ്കിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. അതായത് അസോസിയേഷൻ അവിടെ ഉണ്ടാവണം. എല്ലാ എൻറ്റിറ്റീൻ്റെ കേസ് എടുത്താലും ഓക്കെ ഈ എൻറ്റിറ്റി സെറ്റിലെ എല്ലാ എൻറ്റിറ്റീൻ്റെ കേസ് എടുത്താലും അവിടെ ഒരു അസോസിയേഷൻ ഉണ്ടാവണം. ദെൻ ആ റിലേഷൻ അതിനെന്ത് പറയും? ഇത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. നെക്സ്റ്റ്, ഇഫ് ഓൺലി സം എൻറ്റിറ്റി ഇൻ ഇ പാർട്ടിസിപ്പേറ്റ് ഇൻ ദ റിലേഷൻ ആർ. ആർ എന്ന റിലേഷനിൽ ഇതിനകത്തിലെ കുറച്ച് എൻറ്റിറ്റീസ് മാത്രമേ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ളൂ എങ്കിൽ എല്ലാ എൻറ്റിറ്റീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല ആ റിലേഷനിൽ, ദെൻ അതിനെ നമ്മൾ എന്ത് പറയും? പാർഷ്യൽ റിലേഷൻ എന്ന് പറയും, അല്ലെ പാർഷ്യൽ പാർട്ടിസിപ്പേഷൻ എന്ന് പറയും. ദ പാർട്ടിസിപ്പേഷൻ ഓഫ് എൻറ്റിറ്റി സെറ്റ് ഇ ഇൻ ദ റിലേഷൻഷിപ്പ് ആർ ഈസ് സെറ്റ് ടു ബി പാർഷ്യൽ. ഇ എന്ന എൻറ്റിറ്റി സെറ്റിൻ്റെ ആർ എന്ന റിലേഷനിൽ ഇ എന്ന എൻറ്റിറ്റി സെറ്റിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പാർഷ്യലായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല എൻ്റെയും ബീൻ്റെ കേസിൽ. എൻ്റെ കേസിൽ എന്താണ്? ആ റിലേഷൻ മീൻസ് എ എന്ന എൻറ്റിറ്റി സെറ്റിലെ എല്ലാ എൻറ്റിറ്റീസും അസോസിയേറ്റ് ചെയ്തതിന്. സോ എ എന്ന് പറയുന്നത് ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണ്. പക്ഷെ ബീൻ്റെ കേസിലാണ് ഒരു എൻറ്റിറ്റി മാത്രം എന്ത് ചെയ്തിട്ടില്ല? അസോസിയേറ്റ് ചെയ്തിട്ടില്ല. സോ എല്ലാ എൻറ്റിറ്റിയും ആ റിലേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തില്ല. സോ ഇറ്റ് ഈസ് പാർഷ്യൽ. ഓക്കെ, ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ബി ഇൻ റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് ടോട്ടൽ. ഓക്കെ, ഒരു റിലേഷൻഷിപ്പ് സെറ്റ് എടുത്തു. ഓക്കെ, ഒരു എക്സാമ്പിളായിട്ട് ഒരു റിലേഷൻഷിപ്പ് സെറ്റ് എടുത്തു. ആ റിലേഷൻഷിപ്പ് സെറ്റിൽ ബി എന്ന എൻറ്റിറ്റീൻ്റെ റിലേഷൻ എന്ന് പറയുന്നത് മീൻസ് പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണ്. വൈൽ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് എ ഇൻ ദ റിലേഷൻഷിപ്പ് സെറ്റ് ഈസ് പാർഷ്യൽ. ബി എന്ന നമ്മൾ ഒരു റിലേഷൻഷിപ്പ് സെറ്റ് ആർ എടുത്തു. ദെൻ രണ്ട് എൻറ്റിറ്റി സെറ്റ് ഉണ്ട്, എയും ബിയും. ബീൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണ്, ബട്ട് എൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് പാർഷ്യലാണ്. ദെൻ ദ പാർട്ടിസിപ്പേഷൻ ഓഫ് ബോത്ത് എ ആൻഡ് ബി, നമ്മൾ എൻ്റെയും ബീൻ്റെയും പാർട്ടിസിപ്പേഷനായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ ഇൻ ദ റിലേഷൻ ഈസ് സെറ്റ് ടു ബി ടോട്ടൽ. അതായത് നമ്മളിപ്പോൾ നേരത്തെ കണ്ട കേസ് എടുക്കുക, ഇത് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത്. നമ്മൾ നേരത്തെ എക്സാമ്പിൾ കണ്ടിട്ടല്ലേ? എൻ്റെ അകത്ത് തന്നെ എ എന്ന് പറയുന്നത് പിന്നെ എൻ്റെ അകത്തിലെ എല്ലാ എൻറ്റിറ്റീസും പാർട്ടിസിപ്പേറ്റ് ചെയ്യും. സോ അത് ടോട്ടലാണ്. ബീൻ്റെ അകത്തിൽ എന്താണ്? ഒരു എൻറ്റിറ്റി മാത്രം പാർട്ടിസിപ്പേറ്റ് ചെയ്യില്ല, അതെന്തായിരിക്കും? പാർഷ്യലാണ്. ബട്ട് ഇതിൻ്റെ രണ്ടിൻ്റെയും പാർട്ടിസിപ്പേഷൻ എടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് എന്താ പറയുക? ടോട്ടലാണെന്ന് പറയാം. അതായത് ഒരു എൻറ്റിറ്റി പാർഷ്യലും ഒരു എൻറ്റിറ്റി ടോട്ടലും ആണെങ്കിൽ ഇതിൻ്റെ അതായത് എൻ്റെയും ബീൻ്റെയും രണ്ടിൻ്റെയും കൂടിയുള്ള ആ റിലേഷനിലെ പാർട്ടിസിപ്പേഷൻ ചോദിച്ചാൽ നമുക്ക് അതിനെന്ത് പറയാം? ടോട്ടൽ പാർട്ടിസിപ്പേഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഒരു എക്സാമ്പിൾ ഇങ്ങനെ തന്നിട്ടുണ്ട്. വി എക്സ്പെക്ട് എവറി സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി ടു ബി റിലേറ്റഡ് ടു അറ്റ്ലീസ്റ്റ് വൺ ഇൻസ്ട്രക്ടർ ത്രൂ ദ അഡ്വൈസർ റിലേഷൻഷിപ്പ്. ഓക്കെ, ഇങ്ങനൊരു രണ്ട് ടേബിൾ, സ്റ്റുഡൻറ്റ് എന്ന ടേബിളും ഇൻസ്ട്രക്ടർ എന്ന ടേബിളും. സോ അതിൻ്റെ റിലേഷനാണ് അഡ്വൈസർ എന്നത്. സോ ഓരോ സ്റ്റുഡൻറ്റും ഓരോ ഇൻസ്ട്രക്ടറുമായിട്ട് എന്തായിരിക്കും? മീൻസ് റിലേറ്റഡ് ആയിരിക്കും. മീൻസ് എല്ലാ സ്റ്റുഡൻ്റ് എടുത്താലും ആ സ്റ്റുഡൻ്റ് എന്ത് ചെയ്യും? ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറുമായിട്ട് റിലേറ്റഡ് ആണ് അല്ലേ? മീൻസ് എല്ലാ സ്റ്റുഡൻസിനും ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടർ വേണം. ഓക്കെ, ബട്ട് ഇൻസ്ട്രക്ടറിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ എല്ലാ ഇൻസ്ട്രക്ടറും മീൻസ് ഏതെങ്കിലും ഒരു സ്റ്റുഡൻ്റായിട്ട് റിലേറ്റ് ചെയ്യണം അല്ലെങ്കിൽ അസോസിയേറ്റ് ചെയ്യണമെന്നില്ല. സോ സ്റ്റുഡൻ്റെ കേസിൽ എന്തായിരിക്കും? ആ റിലേഷൻ പാർട്ടിസിപ്പേഷൻ പറയുന്നത് ടോട്ടലായിരിക്കും. അതായത് എല്ലാ സ്റ്റുഡൻസും ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറിൻ്റെ കീഴിലായിരിക്കും അവർ വർക്ക് ചെയ്യുന്നുണ്ടാവും ഏതൊരു സ്റ്റുഡൻ്റ് എടുത്താലും. ബട്ട് ഇൻസ്ട്രക്ടറിൻ്റെ കേസ് എടുത്താൽ അതിൻ്റെ അകത്ത് എല്ലാ ഇൻസ്ട്രക്ടറും പിന്നെ അഡ്വൈസ് കൊടുക്കണമെന്നില്ല. അതായത് പിള്ളേർ പഠിപ്പിക്കുക മീൻസ് ഇൻസ്ട്രക്ട് ചെയ്യണമെന്നില്ല. സോ ഇൻസ്ട്രക്ടറിൻ്റെ കേസ് എടുത്താൽ അത് പാർഷ്യലായിരിക്കും. ഒരു എക്സാമ്പിളായിട്ട് തന്നതാണ്. ഓക്കെ, അതാണ് നമ്മളീ പറയുന്നത്. വി എക്സ്പെക്ട് എവറി സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി ടു ബി റിലേറ്റഡ് ടു അറ്റ്ലീസ്റ്റ് വൺ ഇൻസ്ട്രക്ടർ. എല്ലാ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയും ഒരു ഇൻസ്ട്രക്ടറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. ത്രൂ ദ അഡ്വൈസർ
റിലേഷൻ. അഡ്വൈസർ എന്ന് പറഞ്ഞൊരു റിലേഷൻഷിപ്പ്. സോ ഈ റിലേഷൻഷിപ്പിൽ എല്ലാ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയും ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ടറുമായിട്ട് റിലേറ്റഡ് ആയിരിക്കും. സോ നമുക്കെന്ത് പറയാം, therefore the participation of student in the participation, അതായത് സ്റ്റുഡൻ്റ് ആൻഡ് എൻറ്റിറ്റീൻ്റെ ആ റിലേഷൻഷിപ്പിൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് ടോട്ടലാണ്. ഓക്കെ. ഇൻ കോൺട്രാസ്റ്റ്, അതിന് വിപരീതമായിട്ട് ആൻ ഇൻസ്ട്രക്ടർ നീഡ് നോട്ട് അഡ്വൈസ് എനി സ്റ്റുഡൻറ്റ്. ചില ഇൻസ്ട്രക്ടർ ഒരു സ്റ്റുഡൻറ്റിനെ അഡ്വൈസ് ചെയ്യാതിരിക്കാം. ഓക്കെ. ഹിയർ ഇറ്റ് ഈസ് പോസിബിൾ ദാറ്റ് ഓൺലി സം ഓഫ് ദ ഇൻസ്ട്രക്ടർ എൻറ്റിറ്റീസ് ആർ റിലേറ്റഡ് ടു സ്റ്റുഡൻറ്റ് എൻറ്റിറ്റി. ചില ഇൻസ്ട്രക്ടർ എൻറ്റിറ്റീസെ സ്റ്റുഡൻറ്റ് എൻറ്റിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ. ചിലവർ അഡ്വൈസ് കൊടുക്കാണ്ട് ചുമ്മാ ഇരിക്കുന്നവരുണ്ടാവും. ത്രൂ ദ അഡ്വൈസർ റിലേഷൻഷിപ്പ്. ഒരു അഡ്വൈസർ എന്നുള്ള റിലേഷൻഷിപ്പ് എടുക്കുകയാണ്. ചില ഇൻസ്ട്രക്ടേഴ്സ് എന്ത് ചെയ്യുന്നുണ്ടാവില്ല, അഡ്വൈസ് കൊടുക്കുന്നുണ്ടാവില്ല. സോ ദ പാർട്ടിസിപ്പേഷൻ, സോ അങ്ങനെ വരുമ്പം ഇൻസ്ട്രക്ടർ എന്ന എൻറ്റിറ്റീൻ്റെ പാർട്ടിസിപ്പേഷൻ, അഡ്വൈസർ എന്ന റിലേഷൻഷിപ്പിൽ ഇൻസ്ട്രക്ടർ എന്ന എൻറ്റിറ്റീൻ്റെ പാർട്ടിസിപ്പേഷൻ എന്ന് പറയുന്നത് എന്തായിരിക്കും, പാർഷ്യലായിരിക്കും. സോ അതൊരു എക്സാമ്പിളായിട്ട് ഞങ്ങൾക്ക് കൊടുത്തിട്ടുള്ളതാണ്. ഓക്കെ. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന കീ കൺസ്ട്രെയിൻസ് എന്ന് പറയുന്നത്. കീ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, പ്രൈമറി കീ ഒക്കെ നമ്മൾ കേട്ടിട്ടില്ല. കീ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഏതെങ്കിലും ഒരു എൻറ്റിറ്റിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന കീ യൂസ് ചെയ്യുന്നത്. ഓക്കെ. The values of the attribute values of an entity must be such that can uniquely identify the entity. അതായത് ഒരു എൻറ്റിറ്റി എടുത്താൽ അതിനകത്ത് ഒരു ആട്രിബ്യൂട്ട് വാല്യൂ, ആ ആട്രിബ്യൂട്ട് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ആ എൻറ്റിറ്റിനെ യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റണം. നമ്മൾ ഓൾറെഡി അറിയുന്ന കീ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഓക്കെ. ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് വേറൊരു രീതി പറയാമെന്നെങ്കിൽ, നോ ടു എൻറ്റിറ്റീസ് ഇൻ എൻ എൻറ്റിറ്റി സെറ്റ് are allowed to have exactly same value for all attributes. നമ്മളൊരു എൻറ്റിറ്റി സെറ്റിൽ രണ്ട് എൻറ്റിറ്റീസിന് എടുക്കണം. സോ ആ എൻറ്റിറ്റീസിൽ എന്തുണ്ടാവും, ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും അല്ല, അതിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ആട്രിബ്യൂട്ട്സ് ഉണ്ടാവും. സോ നമ്മൾ അവിടെ എന്തുണ്ടാവാൻ പാടില്ല, മീൻസ് എല്ലാ ആട്രിബ്യൂട്ട്സിനും സെയിം വാല്യൂസ് ആയിട്ടുള്ള രണ്ട് എൻറ്റിറ്റീസ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. ഓക്കെ. സോ നമുക്ക് എന്തുണ്ടാവും, മീൻസ് ഒരു ടേബിൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂ എക്സാക്ട് സെയിം ആയിട്ടുള്ള രണ്ട് റെക്കോർഡ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് പാടില്ല. അതാണ് നമ്മൾ പറയുന്നത്. ഓക്കെ. ദ നോട്ടേഷൻ ഓഫ് എ കീ. കീ എന്തുകൊണ്ടാണ് നമ്മളങ്ങനെ പറയുന്നത്, കീ എന്ന് പറയുന്നത്, അതായത് നമ്മൾ കൊടുക്കുന്ന കീ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്, നമ്മൾ ഏതെങ്കിലും ഒരു ആട്രിബ്യൂട്ടിനെ കീ ആട്രിബ്യൂട്ടായിട്ട് എടുക്കും അല്ലേ. സോ ആ കീ ആട്രിബ്യൂട്ടിൻ്റെ വാല്യൂസ് എടുത്താൽ, മീൻസ് ആ കീ ആട്രിബ്യൂട്ട് ഏതിനാണ് നമ്മൾ കീ ആട്രിബ്യൂട്ടായിട്ട് വെച്ചിട്ടുള്ളത്, മീൻസ് അതിൻ്റെ ആ ഒരു കോളം നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാം ഡിഫറെൻറ്റ് വാല്യൂസ് ആയിരിക്കും, യുണീക്ക് വാല്യൂസ് ആയിരിക്കും. അവിടെ ഒരിക്കലും എന്ത് പാടില്ല, സെയിം വാല്യൂസ് ആവില്ല. നമ്മൾ ഇപ്പോൾ കീ കേസ് നമ്മളധികം ഐഡിയ എടുക്കുക. സോ എല്ലാവർക്കും ഐഡിയ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അവിടെ സെയിം ഐഡിയ ഉണ്ടാവില്ല അല്ലേ, എല്ലാ ഐഡിയ എന്തായിരിക്കും, ഡിഫറെൻ്റ് ആയിരിക്കും. അതാണ് ഇവിടെ പറയുന്നത്, കീ എന്ന് പറയുന്നത്. The notion of a key for a relation schema applies directly to entity set. That is, a key for an entity is a set of attributes that suffix to distinguish entities from each other. ഒരു എൻറ്റിറ്റിൻ്റെ കീ എന്ന് പറയുന്നത് ഒരു സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് ആണ്. ആ ആട്രിബ്യൂട്ട്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ എൻറ്റിറ്റീസ് തമ്മിൽ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ. കീ എന്താണെന്നുള്ളത് നമുക്കറിയാം അല്ലേ. സോ നമുക്കിപ്പോൾ ഒരു സ്റ്റുഡൻറ്റിൻ്റെ എടുക്കുകയാണെങ്കിൽ, സ്റ്റുഡൻറ്റിൻ്റെ ഒരു എൻറ്റിറ്റി എടുക്കുകയാണെങ്കിൽ അതിനകത്തുള്ള ഒരു ആട്രിബ്യൂട്ടാണ് ഐഡിയ അല്ലേ, സ്റ്റുഡൻറ്റ് ഐഡി എന്നുള്ള ഒരു ആട്രിബ്യൂട്ടാണ്. പിന്നെ എന്ത് ചെയ്യും, ആ സ്റ്റുഡൻറ്റ് എന്ന ഐഡി എടുത്താൽ നമുക്ക് അതിൻ്റെ അകത്തിൽ ഓരോ റെക്കോർഡ് ഓരോ സ്റ്റുഡൻറ്റിനും എന്ത് ചെയ്യാൻ പറ്റും, യുണീക്കലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ. സോ ഓരോ എൻറ്റിറ്റി നമുക്ക് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. The concepts of super key, candidate key and primary key are applicable to entity set just they are applicable to relation schema.
മീൻസ് നമുക്കറിയാം എൻറ്റിറ്റി സെറ്റിൽ നമ്മൾ സൂപ്പർ കീ എന്നുള്ള കൺസെപ്റ്റ് ഓൾറെഡി നിങ്ങൾ പഠിച്ചായിരിക്കും, കാൻഡിഡേറ്റ് കീ. അതുപോലെ തന്നെ മീൻസ് കാൻഡിഡേറ്റ് കീ എന്നുള്ള കൺസെപ്റ്റ്, പ്രൈമറി കീ എന്നുള്ള കൺസെപ്റ്റ്, ഈ കീ കൺസെപ്റ്റ്സ് എല്ലാം എവിടെ ആപ്ലിക്കബിൾ ആണ്? നമ്മൾ ഈ റിലേഷൻഷിപ്പ് സ്കീമയിലും ആപ്ലിക്കബിൾ ആണ്. ഓക്കെ, കീസ് ഓൾസോ ഹെൽപ്പ് ടു ഐഡൻറ്റിഫൈ ദ റിലേഷൻഷിപ്പ് യുണീക്ക്ലി. ഈ കീസ് തന്നെ നമ്മൾ റിലേഷൻഷിപ്സിനെ യുണീക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദസ് ഡിസ്റ്റിങ്വിഷ് ദ റിലേഷൻഷിപ്പ് ഫ്രം ഈച്ച് അതർ. സോ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, ഒരു റിലേഷൻഷിപ്പിനെ മറ്റൊരു റിലേഷൻഷിപ്പായിട്ട് ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി പറ്റും. മീൻസ് കീ എന്തിനാ യൂസ് ചെയ്യുന്നത്? ഒരു എൻറ്റിറ്റിയിൽ നിന്ന് മറ്റൊരു എൻറ്റിറ്റിനെ ഡിസ്റ്റിങ്വിഷ് ചെയ്യാൻ വേണ്ടി. അതുപോലെ തന്നെ ഈ കീ നമ്മൾ റിലേഷൻഷിപ്പിലും ഡിസ്ക്രൈബ് ചെയ്യാൻ വേണ്ടി പറ്റും. The primary key of an entity set allows us to distinguish among various entities of the entity set. Let R be the relationship set involving the entity set. R എന്ന് പറയുന്നത് ഒരു റിലേഷൻഷിപ്പ് സെറ്റാണ്. സോ അതിനകത്തുള്ള ഒരു എൻറ്റിറ്റി സെറ്റ്സ് ഉണ്ട്. E1, E2, E3 എന്ന് പറഞ്ഞൊരു എൻറ്റിറ്റി സെറ്റ് എടുത്തു നമ്മൾ. ആ എൻറ്റിറ്റി സെറ്റിലെ റിലേഷനാണ് R. ഓക്കെ, let the primary key EI denote the set of attributes that form the primary key for entity set EI. സോ അതിൻ്റെ അകത്തുള്ള അതായത് ഓരോ ആട്രിബ്യൂട്ടിൻ്റെയും ഓരോ എൻറ്റിറ്റി സെറ്റിൻ്റെയും പ്രൈമറി കീ ആയിട്ട് നമ്മൾ EIനെ ഡിനോട്ട് ചെയ്തു. ഓക്കെ, assume for now that attribute names of all primary keys are unique. ഓക്കെ, നമ്മളിപ്പം ഒരു സെറ്റ് ഓഫ് എൻറ്റിറ്റീസ് എടുത്തു. ആ എൻറ്റിറ്റീസിൽ R എന്ന റിലേഷൻ ഡിസ്ക്രൈബ് ചെയ്തു. ദെൻ ഓരോ എൻറ്റിറ്റീൻ്റെയും പ്രൈമറി കീ ആയിട്ട് നമ്മൾ EI എന്ന് ഡിനോട്ട് ചെയ്തു, അല്ലേ? മീൻസ് ഓരോ എൻറ്റിറ്റി എടുക്കുക, ആ എൻറ്റിറ്റിക്ക് ഒരു പ്രൈമറി കീ ഉണ്ട്, അത് EI എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്തു. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യും, ഓരോ എൻറ്റിറ്റീൻ്റെയും ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത് മീൻസ് ഈ E1 to EN വരെ എൻറ്റിറ്റീസിന് എടുത്തു. ആ ഓരോ എൻറ്റിറ്റീൻ്റെ ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത് എന്തായിരിക്കും? യുണീക്ക് ആയിരിക്കും. ഓക്കെ, ഈ എൻറ്റിറ്റീൻ്റെ അകത്തിലെ ഓരോ പ്രൈമറി കീൻ്റെയും ആട്രിബ്യൂട്ട് നെയിം എന്ന് പറയുന്നത് യുണീക്ക് ആയിരിക്കും. The composition of primary key for a relationship set depends on the set of attributes associated with the relationship set R. If the relationship set R has no attribute associated with it, R എന്ന റിലേഷൻഷിപ്പ് നമ്മൾ പഠിച്ചു. അതിനകത്ത് നമ്മൾ എൻറ്റിറ്റീസിനെയും പഠിച്ചു. ഓരോ എൻറ്റിറ്റിയിലെ പ്രൈമറി കീനെ നമ്മൾ EI ആയിട്ട് ഡിനോട്ട് ചെയ്തു. ദെൻ മീൻസ് ഓരോ എൻറ്റിറ്റീൻ്റെയും ആട്രിബ്യൂട്ട് നെയിം എന്നാണ് ഡിഫറെൻ്റ് ആയിരിക്കും, യൂണീക്ക് ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്തു, R എന്ന റിലേഷൻഷിപ്പ് സെറ്റ് എടുത്താൽ ആ റിലേഷൻഷിപ്പ് സെറ്റിൽ ഒരു ആട്രിബ്യൂട്ടും പരസ്പരം അസോസിയേറ്റ് ചെയ്തിട്ടില്ല എന്ന് വിചാരിക്കാം. നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞു, ഒരു അസോസിയേഷൻ പറഞ്ഞല്ലോ. ഇപ്പം നമ്മൾ ഒരു മാരേജ് എന്നൊരു റിലേഷൻ ആണെങ്കിൽ ഫീമെയിൽ മെയിലിൻ്റെ മാരേജ് അതൊരു അസോസിയേഷനാണ്. സോ ഇങ്ങനെ ഓരോ ആട്രിബ്യൂട്ടും ആ അസോസിയേഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല എന്ന് വിചാരിക്കും. ദെൻ ദ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ്. സോ അങ്ങനെയുള്ള കേസിൽ പ്രൈമറി കീ മീൻസ് ഓരോ എൻറ്റിറ്റിൻ്റെയും പ്രൈമറി കീയുടെ യൂണിയൻ എടുത്താൽ പ്രൈമറി കീ ഓഫ് E1, പ്രൈമറി കീ ഓഫ് E2 ആൻഡ് പ്രൈമറി കീ ഓഫ് EN ഓരോ എൻറ്റിറ്റീൻ്റെയും പ്രൈമറി കീ എടുത്താൽ ഇറ്റ് ഡിസ്ക്രൈബ്സ് ആൻ ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് ഇൻ R. ഇവരെന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യും. മീൻസ് ഒരു റിലേഷൻഷിപ്പ് എടുത്തു, നമ്മൾ ഓൾറെഡി പറഞ്ഞു കുറേ എൻറ്റിറ്റീസ് ഉണ്ടെന്ന് പറഞ്ഞു, അതിൻ്റെ അകത്തൊരു റിലേഷൻഷിപ്പ് ഡിസ്ക്രൈബ് ചെയ്തു, അതിൻ്റെ അകത്തൊരു പ്രൈമറി കീയും പറഞ്ഞു. സോ നമ്മൾ ഈ റിലേഷൻഷിപ്പിൽ വേറൊരു ആട്രിബ്യൂട്ട്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല, ഒരു ആട്രിബ്യൂട്ട്സും പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നില്ല. സോ അങ്ങനെയുള്ള കേസിലാകുമ്പം അതിൻ്റെ പ്രൈമറി കീൻ്റെ ഓരോ ആൻറ്റിറ്റിൻ്റെയും പ്രൈമറി കീൻ്റെ യൂണിയൻ എന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യും. ഓക്കെ, ഇനി നെക്സ്റ്റ് കേസ് വരുന്നത് ഒരു റിലേഷൻഷിപ്പ് സെറ്റ് R എടുത്തു. ദെൻ അതിൻ്റെ അകത്ത് എന്ത് ചെയ്യുന്നത് A1, A2, A3, AM വരെയുള്ളൊരു ആട്രിബ്യൂട്ട്സ് ആ റിലേഷൻഷിപ്പിൽ അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ ഓരോ എൻറ്റിറ്റിൻ്റെയും പ്രൈമറിക്ക് പോരാത്തതിന് നമ്മൾ ഈ അസോസിയേറ്റ് ചെയ്ത ആട്രിബ്യൂട്ട്സും ഇതിൻ്റെയൊക്കെ യൂണിയൻ എന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ റിലേഷൻഷിപ്പ് സെറ്റിനെ ഡിസ്ക്രൈബ് ചെയ്യും. ആ സെക്കൻഡ് പറയുന്നത് ഓക്കെ, ദ പ്രൈമറി കീ ഓഫ് E1 യൂണിയൻ പ്രൈമറി കീ ഓഫ് E2 യൂണിയൻ എക്സെട്ര പ്രൈമറി കീ ഓഫ് EN യൂണിയൻ അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന ആട്രിബ്യൂട്ട്സ് A1, A2 എക്സെട്ര AM അതെന്ത് ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ
റിലേഷൻഷിപ്പിനെ ഡിസ്ക്രൈബ് ചെയ്യും. ദെൻ ഈ രണ്ട് കേസും കേസ് എടുക്കുകയാണെങ്കിൽ ദ ബോത്ത് ഓഫ് ദ എബോവ് കേസസ് ദ സെറ്റ് ഓഫ് ആട്രിബ്യൂട്ട്സ് E1 മീൻസ് പ്രൈമറി കീ ഓഫ് E1 യൂണിയൻ പ്രൈമറി കീ ഓഫ് E2 യൂണിയൻ പ്രൈമറി കീ ഓഫ് En. നമ്മൾ ഈ രണ്ട് കേസിൽ നമ്മൾ ഓരോ ആട്രിബ്യൂട്ടിന് പ്രൈമറി കീൻ്റെ യൂണിയൻ എടുത്തു അല്ലേ. സോ ഇത് എന്ത് ഫോം ചെയ്യും? ഒരു സൂപ്പർ കീ ഫോം ചെയ്യും. ആ റിലേഷൻഷിപ്പ് സെറ്റിൽ ഒരു സൂപ്പർ കീ ഫോം ചെയ്യും. സോ ഇതൊക്കെയാണ് നമ്മളെ കൺസ്ട്രെയിൻസിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.